അപ്പം നമ്മളൊരു ട്രിവാൻഡ്രം യാത്രയാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ 2 പേരെ കൂട്ടാൻ വേണ്ടി പോവുക. ആ 2 പേരെ ആരാന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മളൊരു ചെരുപ്പ് കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കരുനാഗപ്പള്ളിയിൽ ഒരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അത് ചിച്ചുവിൻ്റെ കൊച്ചായാണ് കേട്ടോ. കൊച്ചായ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാനൊക്കെ കയറിയേ. അപ്പോൾ നമ്മൾ ആ പഴയ ചെരുപ്പ് കവറിലൊക്കെ കുത്തിക്കിട്ടി ഇട്ടിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കടുവാപ്പള്ളിയാട്ടോ. ഇവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ ഇവിടെ നേർച്ചയൊക്കെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ചിച്ചു ഉറക്കമായിരുന്നു അപ്പോഴേക്ക്. പിന്നെ അതാണ്ട് പഴവും വെള്ളവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് പഴം ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. അപ്പോൾ ബാക്കി കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മളെവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ പോകാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അതിനെക്കാട്ടി നല്ല ലുലു കയറാം. അതാകുമ്പം നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലോട്ട് എത്തുമല്ലോ എന്ന് വെച്ച് നമ്മൾ ലുലുവിൽ കയറാൻ പോകട്ടോ. അപ്പം ലുലുവിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ ലുലു കയറിക്കഴിഞ്ഞപ്പോഴേക്ക് ഒരാൾ കണ്ട പിന്നെ ഈ മരമൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് ചാടിക്കയറണമെന്നും പറഞ്ഞു. പിന്നെ കൊച്ച ഉണ്ടാണ്ട് കൊച്ചയുടെ അടുത്തെല്ലാം നടക്കും. അങ്ങനെ കൊച്ച പിന്നെ അവിടെയൊക്കെ കൊണ്ടുപോയി കയറ്റി പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനൊരു മോഹം. അങ്ങനെ പിന്നെ എൻ്റെയും വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് കേട്ടോ. ഈ സ്വീറ്റ്സിൻ്റെയും നമ്മൾ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ സാലഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ നിന്ന് അത് ഈ ലുലു കയറി അത് വാങ്ങിച്ചില്ല എനിക്കൊരു മനസ്സിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ എന്തല്ല അതേ വാങ്ങിച്ചോളൂ, അല്ലാതെ നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പിന്നെ പോകാവുന്ന സമയം അപ്പോൾ അവൾ വരത്തില്ല കേട്ടോ. അവൾ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ വരത്തില്ല. പറഞ്ഞു കൊച്ച് എന്തൊക്കെയോ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വന്ന് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ. കുറച്ച് ഉപ്പിലിട്ടതും സ്വീറ്റ്സ്, പിന്നെ ഞാനൊരു ചോക്ലേറ്റിൽ ടിപ്പ് ചെയ്തൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പോഴേ കഴിച്ചിട്ടോ. 20 രൂപ എന്തോ, പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ശംഖുമുഖം നമ്മൾ ഡൊമസ്റ്റിക്കിലാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് എന്തോ ചാർജ് ഇല്ല. അത് കഴിയുമ്പോൾ 100 റുപ്പി അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റിനകത്ത് പെട്ടെന്ന് അവർ വന്ന് ഞങ്ങൾ അത് പൂർത്തീകരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഇതാണ് കേട്ടോ. ഇത് വിപിയുടെ കുഞ്ഞമ്മയും മോളും കേട്ടോ. അവരൊരു മാസത്തേക്ക് അച്ഛൻ്റെ അടുത്തായിട്ട് പോയിട്ട് വന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശംഖുമുഖം അവിടെ ഭയങ്കര തിരയായിരുന്നു കേട്ടോ, മഴയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.